കുരിശിൻ്റെ വഴിയിലേക്കുള്ള യാത്രയിലാണ്. നോയമ്പ് കാലത്ത് എല്ലാ ക്രിസ്ത്യാനികളും കുരിശിൻ്റെ വഴി അനുസ്മരിച്ച് ഏതെങ്കിലും മല ചവിട്ടാറുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്നതാണ് ഈ രംഗങ്ങൾ. കുരിശിൻ്റെ വഴിയിലെ ചില ധ്യാന ചിന്തകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഈശോയുടെ സ്നേഹമാണ്. സ്നേഹത്തോടെ കുരിശ് വഹിച്ച ഈശോ, കർത്താവായ ഈശോയുടെ സ്നേഹം ലോകത്തെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. കുരിശിൻ്റെ വഴിയിൽ ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിൽ കുരിശ് വഹിക്കുന്നത് സ്നേഹത്തോടു കൂടിയാണോ? ത്യാഗപൂർണമായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? രണ്ട്, ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ അർത്ഥം. കുരിശിൻ്റെ വഴിയിൽ ഈശോ സഹിച്ച ദുഃഖങ്ങൾ നമ്മുടെ ജീവിത ദുഃഖത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ദുഃഖം നമ്മളെ ശക്തരാക്കുന്നു, ആത്മീയമായി വളരുവാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു. 3, ക്ഷമ. കുരിശിൻ്റെ വഴിയിൽ അപാരമായ ക്ഷമയാണ് കർത്താവായ ഈശോ മിശിഹ കാണിച്ചത്. 3 പ്രാവശ്യം കുരിശുമായി നിലംപറ്റെ വീണുവെങ്കിലും ജീവിതത്തിൻ്റെ ആ സഹനം പൂർത്തിയാക്കാനുള്ള ക്ഷമ അവൻ കാണിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ കുരിശിൻ്റെ വഴി ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമാപൂർവമായ പെരുമാറ്റം വേണമെന്നുള്ളതാണ്. 4, ആത്മീയ യാത്ര. കുരിശിൻ്റെ വഴി ഒരു ആത്മീയ യാത്രയാണ്. അത് നമ്മുടെ ആത്മാവിലേക്കുള്ള യാത്രയാണ്. ഈശോയുടെ ഈ യാത്രയുമായി തുലനം ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് ഗ്രഹിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും. 5, ദൈവത്തിൻ്റെ കരുണ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി ദൈവത്തിൻ്റെ കരുണയായിരുന്നു. 1 യോഹന്നാൻ 1:7 വചനം, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനുള്ള പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് പുത്രനായ യേശുക്രിസ്തു. 6, പ്രത്യാശ. കുരിശിൻ്റെ വഴിയുടെ അവസാനം ഒരു പുനരുദ്ധാനമുണ്ട്. ഈശോ നടന്നെടുക്കുന്നത് ഈ പുനരുദ്ധാനത്തിലേക്കാണ്. നമ്മുടെയും ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾക്ക് ഒടുവിൽ ഒരു ഉയിർപ്പുണ്ട്. ഈ ഉയർപ്പിലേക്കാണ് നാമും സഞ്ചരിക്കേണ്ടത്. ആ ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. പ്രിയമുള്ളവരെ, 6 ധ്യാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഈശോയുടെ കുരിശിൻ്റെ വഴിയെക്കുറിച്ചുള്ള ഈ ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ തെളിച്ചു നൽകട്ടെ, ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കട്ടെ. ആമേൻ.